ഹലോ ഫ്രണ്ട്സ്, പവർ പോയിന്റ് ബേസിക് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർ പോയിന്റിൽ സ്ലൈഡ് ഷോ എന്ന ടാബിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഇതുവരെ നമ്മൾ കണ്ട പല വീഡിയോസിലും സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. നമുക്ക് ആദ്യം തന്നെ ഇവിടെ സ്ലൈഡ് ഷോ എന്നുള്ള ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇതിലുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം തന്നെ കാണാം ഫ്രം ബിഗിനിങ് എന്നുള്ള ഒരു ഓപ്ഷൻ. സോ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ F5 എന്നുള്ള ഷോർട്ട് കട്ട് നമ്മൾ കീബോർഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലൈഡ് ഷോ നമ്മുടെ ആദ്യത്തെ സ്ലൈഡ് മുതൽ ആരംഭിക്കുന്നതാണ്. നമുക്ക് അവിടെ നിന്നും കണ്ടിന്യൂ ചെയ്ത് മറ്റുള്ള സ്ലൈഡുകളിലേക്ക് മൂവ് ചെയ്തു പോവുക. ഇനി ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്ലൈഡിലാണ് ഉള്ളത്. സോ നമ്മൾ ചെയ്തു നോക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് ഒന്ന് കാണണമെങ്കിൽ നമുക്ക് ഫ്രം കറണ്ട് സ്ലൈഡ് എന്നുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാം. സോ നമുക്ക് ഈ മൂന്നാമത്തെ സ്ലൈഡിൽ നിന്നാണ് നമ്മുടെ സ്ലൈഡ് ഷോ ഇപ്പോൾ ആരംഭിച്ചത്. പിന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിലായി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാലും നമുക്ക് നമ്മുടെ പ്രസന്റേഷൻ കറണ്ട് സ്ലൈഡിൽ നിന്നും ആരംഭിക്കാവുന്നതാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം സ്ലൈഡ് ഷോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇപ്പോൾ നമ്മുടെ എല്ലാ സ്ലൈഡും നമ്മുടെ സ്ലൈഡ് ഷോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കേണ്ട നമ്മളുടെ സെലക്റ്റഡ് കുറച്ച് സ്ലൈഡുകൾ മാത്രമാണ് നമുക്ക് കാണിക്കേണ്ടതെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം ഏതൊക്കെ സ്ലൈഡുകളാണോ നമുക്ക് വേണ്ടത് ആ സ്ലൈഡുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു പുതിയ സ്ലൈഡ് ഷോ, ഒരു കസ്റ്റം സ്ലൈഡ് ഷോ നമുക്ക് ഏതെങ്കിലും ഒരു പുതിയ പേര് നൽകിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ ഞാൻ ന്യൂ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഈ പവർ പോയിന്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ലൈഡുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതോടൊപ്പം നമ്മൾ അതിൽ നിന്നും ഏതെങ്കിലും സ്ലൈഡുകൾ സെലക്ട് ചെയ്ത് ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു സ്ലൈഡ് റൈറ്റ് സൈഡിൽ ഈ ഒരു ബോക്സിലേക്ക് മൂവ് ആവുന്നതായി കാണാം. സ്ലൈഡ്സ് ഇൻ കസ്റ്റം സ്ലൈഡ് ഷോ. അതായത് നമുക്ക് ഏതൊക്കെ സ്ലൈഡുകളാണോ കാണിക്കേണ്ടത് ആ സ്ലൈഡുകളെ നമുക്ക് ഈ ഒരു ബോക്സിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊരു പുതിയ കസ്റ്റം സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം സെലക്ട് ചെയ്തൊരു 2-3 സ്ലൈഡുകൾ ആഡ് ചെയ്ത് നൽകുകയാണ്. ഇവിടെ ആഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ എല്ലാ സ്ലൈഡും ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പേര് നൽകാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വെറുതെ ടെസ്റ്റ് എന്നുള്ളൊരു പേര് നൽകുകയാണ്. അതിനുശേഷം നമുക്ക് ഓക്കെ നൽകി ഈ കസ്റ്റം സ്ലൈഡ് ഷോ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ സ്ലൈഡുകളുടെ ഓർഡറും ചേഞ്ച് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു സ്ലൈഡ് ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ സെലക്ട് ചെയ്ത ഈ സ്ലൈഡ് ഈ ഓർഡറിൽ മുകളിലേക്ക് മൂവ് ആവുന്നതായി കാണാം. അതുപോലെ തന്നെ ഡൗൺ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണോ നമുക്ക് വേണ്ടത് ആ ഡയറക്ഷനിൽ നമുക്ക് നമ്മുടെ സ്ലൈഡ് ഷോ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ ഓക്കെ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെസ്റ്റ് എന്നുള്ള ഈ ഒരു സ്ലൈഡ് ഷോ ഇവിടെ ക്രിയേറ്റ് ആയതായി കാണാം. ഷോ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മുടെ സെലക്റ്റഡ് സ്ലൈഡ്സ് മാത്രം ഇവിടെ സ്ലൈഡ് ഷോ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, വീണ്ടും ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് എന്നുള്ള കസ്റ്റം സ്ലൈഡ് ഷോ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആവശ്യാനുസരണം വേണമെങ്കിൽ പുതിയ സ്ലൈഡ് ഷോ ഇനിയും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രസന്റേഷൻ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ തീർക്കേണ്ടതായിട്ട് വരുന്നതാണ്. ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ ഈ പ്രസന്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് കംപ്ലീറ്റ് ചെയ്യാനായി എത്ര സമയമെടുക്കുന്നു, ഓരോ സ്ലൈഡിലും എത്ര സമയമെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് റിഹേഴ്സ് ടൈമിംഗ് എന്നുള്ള ഈ ഒരു ടാബിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നതാണ്. സോ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം 2 ടൈമിംഗ് ഇവിടെ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. സോ ആദ്യത്തെ ഈ ഒരു ബോക്സിൽ കാണിക്കുന്ന സമയം നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു സ്ലൈഡ് പ്രസന്റ് ചെയ്യാൻ എടുക്കുന്ന സമയവും, രണ്ടാമത്തെ ബോക്സിൽ കാണിക്കുന്നത് നമ്മുടെ
പ്രസൻറ്റേഷൻ നമ്മളുടെ ടോട്ടൽ പ്രസൻറ്റേഷന് നമ്മൾ എടുക്കുന്ന സമയമാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഈ ഒരു സ്ലൈഡിൽ ഇപ്പോൾ ഏകദേശം ഒരു 25 സെക്കൻഡ് ഇതിൽ ചെലവഴിച്ചു. അതിനുശേഷം ഞാൻ ഇതിൽ നിന്നും മൂവ് ചെയ്ത് അടുത്ത സ്ലൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ബോക്സ് വീണ്ടും 0യിൽ നിന്നും ആരംഭിക്കുന്നതായി കാണാം. അതായത് രണ്ടാമത്തെ സ്ലൈഡിന് എത്ര സമയം നമ്മൾ എടുക്കുന്നു എന്നുള്ളത്. സോ ഇതുപോലെ നമുക്ക് പ്രസൻറ്റേഷൻ ഒന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കി നമ്മുടെ സ്പീഡ് ആവശ്യമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറേ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ചില സ്ലൈഡുകൾ നമുക്ക് പ്രസൻറ്റേഷന് കാണിക്കേണ്ട എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ആ സ്ലൈഡ് ഒന്നെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വേറൊരു ഈ പ്രസൻറ്റേഷനെ വേറൊരു പേര് നൽകി നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. പക്ഷെ അതല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം വേണ്ടാത്ത സ്ലൈഡുകൾ നമുക്ക് ഇതിനുള്ളിൽ തന്നെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അതായത് നമുക്ക് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ സ്ലൈഡ് നമുക്ക് ഒന്ന് ഹൈഡ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഹൈഡ് സ്ലൈഡിൽ നിന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ 2 എന്ന് എഴുതിയ സ്ലൈഡ് നമ്പറിന് മുകളിലായി ഒരു ക്രോസ് വന്നത്. സോ ഇനി നമുക്ക് നമ്മുടെ സ്ലൈഡ് ഷോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ സോ ആദ്യത്തെ സ്ലൈഡ് കഴിഞ്ഞ് ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് രണ്ടാമത്തെ സ്ലൈഡ് ഒഴിവാക്കി മൂന്നാമത്തെ സ്ലൈഡിലേക്കാണ് ഈ സ്ലൈഡ് ഷോ പോകുന്നത്. വീണ്ടും നമുക്ക് ഈ സ്ലൈഡിനെ അൺഹൈഡ് ചെയ്യാനായി ആ സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഹൈഡ് സ്ലൈഡ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. ഇനി നമുക്കിവിടെ നമ്മുടെ സ്ലൈഡ് ഷോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിലായി നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാം. സോ ആദ്യത്തെ 2 ഓപ്ഷൻ നമുക്ക് ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാനാണ്. ഞാനിപ്പോൾ ഈ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്ലൈഡിലേക്ക് മൂവ് ആയി. റൈറ്റിലേക്കുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ആയി. ഇനി അതിനുശേഷം ഇവിടെ മറ്റൊരു ഓപ്ഷൻ കാണാം. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. ആദ്യത്തെ ഓപ്ഷൻ ലേസർ പോയിന്റ് എന്നുള്ളത്. സോ ഞാനത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പോയിന്റർ ഇവിടെ ആഡ് ആയിരിക്കുന്നത് കാണാം. സോ നമ്മൾ എവിടെയാണോ ഏത് പോയിന്റിനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്യുന്നത് ആ പോയിന്റിൽ നമ്മുടെ ഓഡിയൻസിന്റെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരാനായി നമുക്ക് ഈ ലേസർ പോയിന്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി അതിനുശേഷം ഞാൻ അതിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് പെൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു മാർക്ക് നൽകി കാണിക്കാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു പെൻ പോലെ നമുക്ക് എന്തെങ്കിലും എഴുതിയെല്ലാം കാണിക്കാനായി ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അതല്ല വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഇവിടെ ഹൈലൈറ്റർ എന്നുള്ള ഈ ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും സംഭവം നമ്മുടെ സ്ലൈഡിൽ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരു ലൈൻ ഒന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു വേർഡ് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. വീണ്ടും ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇറേസർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെയ്തതെല്ലാം നമുക്ക് മായ്ച്ചു കളയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഏത് കളറാണ് നമുക്ക് ആവശ്യമെന്നുള്ളതും ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇറേസർ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഇവിടെ നിന്ന് കർസർ മൂവ് ആകുമ്പോൾ ഇത് ഡിലീറ്റ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. തൊട്ടടുത്തുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ നമ്മുടെ എല്ലാ സ്ലൈഡും ഒരു വിൻഡോയിൽ തന്നെ കാണാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ലൈഡ് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു ഏരിയ എനിക്ക് കുറച്ചൊന്ന് സൂം ചെയ്ത് കാണിക്കണമെങ്കിൽ ഇവിടെ അതിന് തൊട്ടടുത്തുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്ത് എനിക്ക് ഈ ഒരു ഏരിയ ആണ് സൂം ചെയ്യണമെങ്കിൽ ഞാൻ അത് അവിടെ കർസർ കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് മാത്രം നമ്മുടെ സ്ലൈഡ് സൂം ആയിട്ടുണ്ട്. വീണ്ടും എസ്കേപ്പ് എന്നുള്ള കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ വ്യൂയിലേക്ക് മാറുന്നതാണ്. ഇനി അവസാനമായി ഇവിടെ 3 ഡോട്ടുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്ലാക്ക് സ്ക്രീൻ, വൈറ്റ് സ്ക്രീൻ തുടങ്ങിയ ഓപ്ഷൻസ് കാണാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് വൈറ്റ് സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയി. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്ത് നൽകണമെങ്കിലെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു സ്പേസ് അതിനായിട്ട് ഉപയോഗിക്കാം. കീബോർഡിലെ എസ്കേപ്പ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് പഴയ വ്യൂയിലേക്ക് മാറാവുന്നതാണ്. സോ അത്രയുമായിരുന്നു പവർ പോയിന്റിൽ സ്ലൈഡ് ഷോ എന്നുള്ള ടാബ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.